ഇനി നമ്മൾ ആർട്ടിനെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ടച്ച് വിട്ടു എന്നൊക്കെ പറയും അല്ലെ, അങ്ങനെയും ടച്ച് വിട്ടു പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഉണ്ടാക്കാൻ ഈ ഷോർട്ട് ടൈം കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹലോ, എല്ലാവർക്കും റോച്ചാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് കാലമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. നമുക്ക് ഓരോരോ വീഡിയോസിലായിട്ട് അതൊക്കെ പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ടേം കോഴ്സിന്റെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ആണ്. നമ്മൾ ആർട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള കോഴ്സസ് നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനായിട്ടൊക്കെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട് വർക്ക്ഷോപ്സ്, അതുപോലെ തന്നെ എന്താ പറയുക സമ്മർ ക്യാമ്പ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ പേര് സമ്മർ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനത്തെ ഷോർട്ട് ടൈം കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ പലതരത്തിലുള്ള സ്റ്റുഡൻസ് ഒരേ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നു അല്ലേ. നമ്മൾ തുടക്കക്കാരായിരിക്കാം, ചിലരൊക്കെ ബേസിക്സ് പോലും അറിയാത്തവർ നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അത്യാവശ്യമൊക്കെ അറിയാവുന്ന ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ അഡ്വാൻസ് ലെവലിലുള്ള സ്റ്റുഡൻസും ഇതുപോലത്തുള്ള ഷോർട്ട് കോഴ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യും. അപ്പം അതിലൂടെ ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമ്മൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, പുതിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്താൻ പറ്റും, പുതിയ ടിപ്സും ടെക്നിക്സും ഒക്കെ പഠിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് പെട്ടെന്ന് കടക്കും അല്ലേ. നമുക്ക് ഇഷ്ടം തോന്നും അതിനോട്. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിന് ഡീപ്പായിട്ട് നമ്മൾ അതിൽ പോകാനൊന്നും പോകുന്നില്ല ആ ഒരു ഷോർട്ട് ടൈം കോഴ്സിൽ അല്ലേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഉണ്ടാക്കാൻ ഈ ഷോർട്ട് ടൈം കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻറ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ സ്റ്റുഡൻറ് നമ്മളെ ഈ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആർട്ടിനെ കുറിച്ച് അത്യാവശ്യം ബേസിക്സ് ഒക്കെ അറിയായിരിക്കും, അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കാം. ആർട്ടിൽ അത്യാവശ്യം ഐഡിയ ഉള്ളവരെന്ന് പറയും. പക്ഷെ അവർക്ക് ഈ ഒരു ക്യാമ്പ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഇൻഫർമേഷൻസ് കിട്ടും. മീൻസ് ഡീപ്പായിട്ട് പല കാര്യത്തിനെയും ഒബ്സർവ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ സ്റ്റുഡൻസിന് കിട്ടുന്നത്, അതുപോലെ തന്നെ ഒരു അഡ്വാൻസ് ലെവൽ സ്റ്റുഡൻസിന് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ലെവൽ സ്റ്റുഡൻറ്റിനാണ് ഷോർട്ട് ടൈം കോഴ്സ് എപ്പോഴും ഏറ്റവും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊരു ക്ലാസ്സസ് ഒക്കെ ആയിട്ട് കിട്ടുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. പക്ഷെ ക്യാമ്പ് അല്ലെ വർക്ക്ഷോപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് എടുക്കുക. അപ്പോൾ ഒരു ബിഗിനർ ലെവൽ സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ആർട്ടിലേക്ക് ചെന്ന് കാൽവെപ്പൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരു സമ്മർ ക്യാമ്പ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ഫസ്റ്റ് തന്നെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഡ്വാൻസ് ലെവൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സമ്മർ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം അവർ ഒരു തുടർച്ച ആഗ്രഹിക്കുന്നവർ അത് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ്. അവർക്ക് അത് തുടർച്ചയായിട്ടൊരു അതിനൊരു കണ്ടിന്യൂഷൻ ഇല്ല എങ്കിൽ അവർക്ക് ആ ഒരു കഴിവ് പോലും നശിച്ചു പോകാനും അതുപോലെ തന്നെ അതിനൊരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പം അതിലേക്ക് പോവാതിരിക്കുക. കാരണം നമുക്ക് ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് വന്ന് അത് പെട്ടെന്ന് ഒരു കുറേ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി പെട്ടെന്ന് അത് സ്റ്റോപ്പ് ആകുന്ന സമയത്ത് ആർക്കായാലും നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുന്നവരാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അത്രത്തോളം ഒരു നല്ല കാര്യമല്ല. അതിനൊരു കണ്ടിന്യൂഷൻ കൊടുക്കുക. മീൻസ് നമ്മളൊരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തു, എന്നിട്ട് ആ ക്ലാസ്സിലേക്ക് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ക്ലാസ്, അത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടും പഠിക്കാനായിട്ട് സാധിക്കും. ആർട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് പറയും അല്ലേ. ആ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് കാര്യമുള്ളത്. അല്ലാണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിലോട് കാര്യമല്ല. അപ്പോൾ ഈ ഷോർട്ട് ടൈം കോഴ്സിലൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറഞ്ഞ സമയം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ടൈം കൂട്ടുക എന്നുള്ളത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അതിനായിട്ട് സ്വയം എഫേർട്ട് ഇട്ടിരിക്കണം, അല്ലെങ്കിൽ മസ്റ്റായിട്ടും ആർട്ട് ക്ലാസ്സിൽ പോയി നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു
കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മ മാത്രമായിട്ട് അത് മാറും. കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്കൊന്നും അറിയായിരിക്കില്ല. കാരണം അതിന് ടച്ച് വിട്ടു പോകുന്നൊക്കെ പറയും അല്ലെ. അങ്ങനെയും ടച്ച് വിട്ടു പോകുന്നത് എന്തും നമ്മൾ പഠിക്കുന്ന പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ നമ്മൾ മനസ്സിലായത് പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ എത്ര കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണിത്. അതിനേക്കാളും അപ്പുറത്തേക്ക് ഇത് മാറും. നമുക്ക് കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് അത് എന്നും നമുക്ക് നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒന്നൊന്ന് പിന്നെയും തുടങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇത്തരത്തിലൊരു ഷോർട്ട് ടൈം കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനിയും പല സ്റ്റുഡൻസിനും ഡിപ്പെൻഡ് ചെയ്ത് പല കാര്യങ്ങളും വേറെ ഉണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. പക്ഷെ ഇനി നമ്മൾ ആർട്ടിനെ സീരിയസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ആർട്ട് പഠിക്കുന്നത്? ഒരു ഹോബി ആയിട്ട് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല റീസൺ കൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മളെ വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. കാരണം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്തരത്തിലുള്ള ആളാണെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങളെ കുറിച്ചൊരു അറിവ് നേടിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് ഒരു ക്ലാസ്സിലേക്കോ ഒക്കെ നിങ്ങൾ കാലെടുത്ത് വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.